everyone, welcome back to Career Line Kerala. ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് കീഴിൽ ഗ്രൂപ്പ് സി സിവിലിയൻ പോസ്റ്റുകളിലേക്കുള്ള അപേക്ഷകൾ ക്ഷണിച്ചിരിക്കുകയാണ്. അപ്പോൾ ജോബിനെ സംബന്ധിച്ചുള്ള ഡീറ്റെയിൽസ് അറിഞ്ഞ് വീഡിയോ അവസാനം വരെ കാണുക. ഇതുപോലുള്ള ജോബ് റിലേറ്റഡ് നോട്ടിഫിക്കേഷൻസിന് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഒരു ദിവസം നമ്മൾ 2 വീഡിയോ മുടങ്ങാതെ ചെയ്യുന്നുണ്ട്. അപ്പോൾ വീഡിയോസ് ഒന്നും മിസ്സാവാതിരിക്കാനായിട്ട് നിങ്ങളിപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ എനേബിൾ ആക്കി വെക്കുക. ലാസ്റ്റ് നമ്മൾ അപ്ലോഡ് ചെയ്ത 2 വീഡിയോസ് എന്ന് പറയുന്നത് ഒന്ന് കൊച്ചിൻ ഷിപ്പ്യാർഡിൽ വന്നിരിക്കുന്ന ഒരു നോട്ടിഫിക്കേഷനാണ്. അത് നിങ്ങൾക്ക് ഔട്ട്ഫിറ്റ് അസിസ്റ്റന്റ് പോസ്റ്റാണ്. SSLC പ്ലസ് IT ആർക്ക് വേണമെങ്കിലും അപ്ലൈ ചെയ്യാവുന്ന ഒരു പോസ്റ്റാണ്. അതുകൂടാതെ തന്നെ നമ്മൾ നാഷണൽ ആയുഷ് മിഷന്റെ കീഴിൽ വീണ്ടും കുറച്ച് ജോബ് അവസരങ്ങൾ വന്നിട്ടുണ്ട്. ഒരു 10ലധികം വാക്കൻസീസ് ആണ് വന്നിരിക്കുന്നത്, 10ലധികം പോസ്റ്റുകളാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ അത് ആ വീഡിയോസ് ഒന്നും കണ്ടിട്ടില്ലാത്തവരാണ്, നിങ്ങൾ ക്വാളിഫൈഡ് ആയിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ആ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് അത് ക്വാളിഫൈഡ് ആണെങ്കിൽ അതിലേക്കൊക്കെ ആപ്ലിക്കേഷൻ കൊടുക്കാവുന്നതാണ്. ഈ വീഡിയോയുടെ ലാസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് അത് എൻ്റെ സ്ക്രീനായിട്ട് ആ വീഡിയോസിൻ്റെയൊക്കെ ലിങ്കുകൾ വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് ആ വീഡിയോസ് കാണാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിന് കീഴിൽ വന്നിരിക്കുന്ന നോട്ടിഫിക്കേഷൻ. അപ്പോൾ നിങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ചെക്ക് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ ഒഫീഷ്യൽ വെബ്സൈറ്റും ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനും അതുപോലെ എല്ലാ കാര്യങ്ങളും നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ടാകും. അപ്പോൾ നിങ്ങൾക്ക് ഒഫീഷ്യൽ വെബ്സൈറ്റ് കയറിയാൽ ഇതുപോലെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും ഉണ്ടാവാം. ഇതിൽ നിങ്ങൾക്ക് നോട്ടീസ് ബോർഡിൽ പോയി കഴിഞ്ഞാൽ റിക്രൂട്ട്മെന്റ് എന്ന് പറഞ്ഞിട്ടൊരു ടാബ് ഉണ്ട്. അവിടെ നിങ്ങൾക്ക് ഓരോ നോട്ടിഫിക്കേഷൻസും കാണാവുന്നതാണ്. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന നോട്ടിഫിക്കേഷൻസ് ഒക്കെ ഇവിടെ ഡിസ്പ്ലേ ചെയ്യുന്നതായിരിക്കും. അങ്ങനെ ഇവിടെ വന്നിരിക്കുന്നത് റിക്രൂട്ട്മെന്റ് ഓഫ് വേരിയസ് ഗ്രൂപ്പ് സി സിവിലിയൻ പോസ്റ്റ് ഓൺ ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ്. ഈ ഒരു പോസ്റ്റാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ലിങ്ക് ഡയറക്റ്റ് ആയിട്ട് തന്നെ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് അത് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള അവസാന തീയതി എന്ന് പറയുന്നത് നവംബർ 11 വരെയാണ് നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുന്നത്. അതിന് ഇതിൽ ആദ്യം വന്നിരിക്കുന്ന പോസ്റ്റ് മോട്ടോർ ട്രാൻസ്പോർട്ട് ഡ്രൈവർ പോസ്റ്റ് ആണ്. ഇതിനകത്ത് വരുന്നത് ഗ്രൂപ്പ് സി പോസ്റ്റ് ആണ്, നോൺ ഗസറ്റഡ് ആണ്. പേയ്മെന്റ് വരുന്നത് ലെവൽ 2 പേയ്മെന്റ് ആണ് വരുന്നത്. EWS കാൻഡിഡേറ്റ്സിനാണ് ഈ ഒരു വാക്കൻസി വന്നിട്ടുള്ളത്. 2 വാക്കൻസീസ് ആണ് ഉള്ളത്, ടോട്ടൽ 2 വാക്കൻസീസ്, അതിൽ 2 EWS കാൻഡിഡേറ്റ്സിന് തന്നെയാണ് വരുന്നത്. അതിന് ഇതിന്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്ന് പറയുന്നത് മെട്രിക്കുലേഷൻ ആണ്. നിങ്ങൾക്ക് മെട്രിക്കുലേഷൻ SSLC ഉണ്ടായിരിക്കണം. കൂടാതെ തന്നെ നിങ്ങൾക്ക് ഒരു വാലിഡ് ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിരിക്കണം. അത് ബോത്ത് ഹെവി ആൻഡ് ലൈറ്റ് മോട്ടോർ വെഹിക്കിൾസിന്, ലൈറ്റ് ആൻഡ് ഹെവി ലൈസൻസ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. അതിന് ഇതിനകത്ത് നിങ്ങൾക്ക് പിന്നെ വേണ്ടത് 2 വർഷത്തെ എക്സ്പീരിയൻസ് ഇൻ മോട്ടോർ ഡ്രൈവിംഗ് വെഹിക്കിൾസ്. മോട്ടോർ ഡ്രൈവിംഗിൽ നിങ്ങൾക്ക് 2 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ മോട്ടോർ മെക്കാനിസം നോളജ് ഉണ്ടായിരിക്കണം. അത് പ്രത്യേകിച്ച് സർട്ടിഫിക്കറ്റ്സോ കാര്യങ്ങളോ ഒന്നും വേണ്ട. നിങ്ങൾക്ക് ചെറിയ ചെറിയ ഡിഫക്ട്സ് എന്തെങ്കിലും വെഹിക്കിളിന് ഉണ്ടായി കഴിഞ്ഞാൽ അത് റിസോൾവ് ചെയ്യാനുള്ള നോളജ് മാത്രം ഉണ്ടായാൽ മതി. അതിന് ഇതിൻ്റെ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 18 മുതൽ 27 വയസ്സ് വരെയുള്ളവർക്കാണ് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുന്നത്. അതിന് ഗവൺമെന്റ് സർവൻസിന് 40 വയസ്സ് വരെയുള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. അതിന് ഇതിന്റെ ലെവൽ പേയ്മെന്റ് വരുന്നത് 19,900 രൂപ മുതൽ 63,000 രൂപ വരെ സാലറി വരാവുന്ന ജോലിയാണ്. 19,900 രൂപ മുതൽ 63,000 രൂപ വരെ, 63,200 രൂപ വരെയാണ് പേ ലെവൽ 2 എന്ന് പറയുന്നത്. അതിന് അടുത്ത് വരുന്ന പോസ്റ്റ് എന്ന് പറയുന്നത് മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ് ആണ്. മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ് എന്ന് പറയുന്നത് പിയൂൺ പോസ്റ്റ് ആണ് ഇതിനകത്ത് വരുന്നത്. അപ്പോൾ പിയൂൺ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്തും ഗ്രൂപ്പ് സി പോസ്റ്റ് തന്നെയാണ്. ഗ്രൂപ്പ് സി പോസ്റ്റിൽ ലെവൽ 1 പേയ്മെന്റ് ആണ് വരുന്നത്. ലെവൽ 1 പേയ്മെന്റ് എന്ന് പറയുമ്പം ഏകദേശം 18,000 രൂപ മുതൽ 56,900 രൂപ വരെയാണ് ലെവൽ 1 പേയ്മെന്റ് എന്ന് പറയുന്നത്. അങ്ങനെ ഇതിനകത്ത് EWS കാൻഡിഡേറ്റ്സിനാണ് ഈ ഒരു വാക്കൻസീസ് വന്നിട്ടുള്ളത്. ഒരു വാക്കൻസിയാണ് വിളിച്ചിട്ടുള്ളത്. ഇതിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള നിങ്ങളുടെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്ന് പറയുന്നത് മെട്രിക്കുലേഷൻ പാസ്സാണ്. അതുപോലെ തന്നെ 2 വർഷത്തെ ഓഫീസ് അറ്റൻഡന്റ് എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. ഓഫീസ് അറ്റൻഡന്റിൽ 2 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. 18 വയസ്സ് മുതൽ 27 വയസ്സ് വരെയാണ് നിങ്ങളുടെ ഏജ് ലിമിറ്റ് വരുന്നത്. 40 വയസ്സ് വരെയുള്ള ഗവൺമെന്റ് സർവൻസിന് അപ്ലൈ ചെയ്യാവുന്നതാണ്. അടുത്ത് വന്നിരിക്കുന്ന പോസ്റ്റ് എന്ന് പറയുന്നത് മൾട്ടി ടാസ്കിംഗ് ഡാഫ്രി ആണ്. മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ് തന്നെയാണ്. ഇതിനകത്തും ലെവൽ 1 തന്നെയാണ്, സെയിം പേയ്മെന്റ് ലെവൽ തന്നെയാണ് വരുന്നത്. വാക്കൻസി വന്നിട്ടുള്ളത് ഒരു EWS വാക്കൻസി ആണ്. എലിജിബിലിറ്റി വരുന്നത് മെട്രിക്കുലേഷൻ അല്ലെങ്കിൽ ഇക്വിവാലന്റ് പാസ് ആണ്. കൂടാതെ നിങ്ങൾക്ക് 2 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. ഓഫീസ് അറ്റൻഡന്റ് പോസ്റ്റിലേക്ക് 2 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. എന്നാൽ മാത്രമാണ് നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുക. നിങ്ങളുടെ ഏജ് ലിമിറ്റ് വരുന്നത് 18 വയസ്സ് മുതൽ 27 വയസ്സ് വരെയാണ്. 40 വയസ്സ് വരെയുള്ള ഗവൺമെന്റ് സർവൻസിന് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. 4ാമത് വന്നിരിക്കുന്ന പോസ്റ്റ് മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ് പാക്കർ പോസ്റ്റ് ആണ്. ഇതിനകത്ത് വരുന്നത് ഗ്രൂപ്പ് സി ലെവൽ 1 പേയ്മെന്റ് തന്നെയാണ് വരുന്നത്. അതായത് ഏകദേശം 18 മുതൽ 56 വരെയാണ് നിങ്ങളുടെ സാലറി വരിക. ഇതൊരു അൺറിസർവ്ഡിലേക്ക് വരുന്ന വാക്കൻസിയാണ്. ഒരു വാക്കൻസിയാണ് വന്നിട്ടുള്ളത്. അതിന് എലിജിബിലിറ്റി ക്രൈറ്റീരിയ നോക്കിക്കഴിഞ്ഞാൽ മെട്രിക്കുലേഷൻ പാസ് ആയിട്ടുള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. കൂടാതെ നിങ്ങൾക്ക് 2 വർഷത്തെ ട്രേഡിൽ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. 18 മുതൽ 27 വയസ്സ് വരെയുള്ളവർക്കാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക. ഗവൺമെന്റ് സർവൻസിന് 40 വയസ്സ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാം.
അടുത്ത് വന്നിരിക്കുന്നത് ലസ്കർ ഫസ്റ്റ് ക്ലാസ് ആണ്. ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് ഇതും പേ ലെവൽ 1 തന്നെ വരുന്നതാണ്. ഇതിനകത്ത് കുറച്ചും കൂടെ വാക്കൻസീസ് ഉണ്ട്. OBC വാക്കൻസി ഒരെണ്ണം, EWS വാക്കൻസി 2 വാക്കൻസി ഉണ്ട്, അതുപോലെ തന്നെ UR ഒരു വാക്കൻസി, ഇങ്ങനെ ടോട്ടൽ 4 വാക്കൻസീസ് വന്നിട്ടുണ്ട്. ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ നിങ്ങളുടെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ഒന്ന് മെട്രിക്കുലേഷൻ ഉണ്ടായിരിക്കണം, രണ്ടാമത് 3 വർഷത്തെ എക്സ്പീരിയൻസ് ഇൻ സർവീസ് ഓൺ ബോട്ട് സർവീസിൽ നിങ്ങൾക്ക് 3 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. ഏജ് ലിമിറ്റ് വരുന്നത് 18 മുതൽ 30 വയസ്സ് വരെയുള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. നിങ്ങൾക്ക് OBC കാൻഡിഡേറ്റ്സിന് 3 വർഷം വരെ ഏജ് റിലാക്സേഷൻസ് ഉണ്ടായിരിക്കും. ഗവൺമെന്റ് സർവൻസിന് 40 വയസ്സ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇനി ഇതിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം, നിങ്ങൾക്ക് ഒരു ആപ്ലിക്കേഷൻ ഫോം ഉണ്ടാകും. ആപ്ലിക്കേഷൻ ഫോം നമ്മൾ ലാസ്റ്റ് കാണിച്ചു തരുന്നതായിരിക്കും. ആ ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്തതിൻ്റെ കൂട്ടത്തിൽ തന്നെ നിങ്ങളൊരു വാലിഡ് ഫോട്ടോ ID പ്രൂഫ് വയ്ക്കുക. ആൻഡ് ഇതിൻ്റെ ഒന്നും ഒറിജിനൽ സർട്ടിഫിക്കറ്റ്, നിങ്ങൾ ഈ ഒരു സർട്ടിഫിക്കറ്റ്സ് എല്ലാം അതിൽ ഇൻക്ലൂഡ് ചെയ്യണം. ഇൻക്ലൂഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, നിങ്ങൾ ഒറിജിനൽ സർട്ടിഫിക്കറ്റ്സ് അല്ല ഇൻക്ലൂഡ് ചെയ്യേണ്ടത്, സെൽഫ് അറ്റസ്റ്റഡ് കോപ്പീസ് ആണ്. സെൽഫ് അറ്റസ്റ്റഡ് എന്ന് പറയുമ്പോൾ നിങ്ങൾ നെയിമും ഡേറ്റും വെച്ചിട്ടാണ് സെൽഫ് അറ്റസ്റ്റ് ചെയ്യേണ്ടത്. അങ്ങനെ സെൽഫ് അറ്റസ്റ്റഡ് ആയിട്ടുള്ള കോപ്പീസ് ആണ് നിങ്ങൾ വെക്കേണ്ടത്. അപ്പോൾ നിങ്ങൾ വാലിഡ് ആയിട്ടുള്ള വാലിഡ് ആയിട്ടുള്ള ഫോട്ടോ ID പ്രൂഫ് വയ്ക്കുക. അതുപോലെ തന്നെ നിങ്ങൾ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക, ആപ്ലിക്കേഷൻസും എല്ലാ കാര്യങ്ങളും, എല്ലാ ഫോട്ടോഗ്രാഫ് ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും സെൽഫ് അറ്റസ്റ്റ് ചെയ്യാനായിട്ട് വിട്ടുപോകരുത്. എല്ലാ ഡോക്യുമെന്റ്സും നിങ്ങൾ സെൽഫ് അറ്റസ്റ്റ് ചെയ്തിട്ടായിരിക്കും നിങ്ങൾ അയക്കേണ്ടത്. അതിന് വാലിഡ് ആയിട്ടുള്ള ഫോട്ടോ ID പ്രൂഫ് വയ്ക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ പ്രൂഫ്, ഡേറ്റ് ഓഫ് ബർത്ത് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ക്ലാസ് 10ൻ്റെ പാസിംഗ് സർട്ടിഫിക്കറ്റ് വെക്കാം, അതല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ബർത്ത് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അതിൻ്റെ കോപ്പി വെക്കാം. മൂന്നാമത് നിങ്ങൾക്ക് വേണ്ടത് മെട്രിക്കുലേഷൻ ഒരു ഇക്വിവാലന്റ് മാർക്ക് ഷീറ്റ് ആണ്. നിങ്ങൾക്ക് SSLC അല്ലെങ്കിൽ ഇക്വാലന്റ് നിങ്ങൾ എന്താണ് പഠിച്ചത് അതിൻ്റെ സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി വയ്ക്കാം. മാർക്ക് ഷീറ്റും സർട്ടിഫിക്കറ്റും ആണ്, അതായത് കോപ്പി വയ്ക്കുക. ദെൻ നിങ്ങൾക്ക് 10th ഇത് നിങ്ങൾക്ക് ആവശ്യമില്ല, കാരണം ഇതിലിപ്പോൾ ചോദിച്ചിരിക്കുന്ന എല്ലാ ക്വാളിഫിക്കേഷനും മെട്രിക്കുലേഷൻ ആണ്. ഇനി അതിന് മുകളിലേക്കുള്ള ക്വാളിഫിക്കേഷൻ ചോദിക്കുകയാണെങ്കിൽ അതിനകത്ത് വെക്കേണ്ടതാണ്. ഈ 12th UGയും PGയും ഡിപ്ലോമയൊക്കെ അതിലൊന്നും ഇവിടെ ചോദിച്ചിട്ടില്ല. ദെൻ അടുത്ത് വരുന്നത് കാറ്റഗറി സർട്ടിഫിക്കറ്റ് ആണ്. നിങ്ങൾ OBC വാക്കൻസീസിലേക്കോ അല്ലെങ്കിൽ EWS പോസ്റ്റിലേക്കോ ഒക്കെയാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള നിങ്ങളുടെ കാറ്റഗറി സർട്ടിഫിക്കറ്റ് വെക്കേണ്ടതാണ്. ആൻഡ് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം. എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് എല്ലാത്തിലും നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചോദിച്ചിട്ടുണ്ട്, അപ്പോൾ അതിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി വയ്ക്കാം. അതുപോലെ തന്നെ മോട്ടോർ ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർ നിങ്ങളുടെ ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ ബോത്ത് ഹെവിയുടെയും ലൈറ്റിൻ്റെയും മോട്ടോർ വെഹിക്കിൾസിൻ്റെ ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ കോപ്പി അതിൽ വെക്കേണ്ടതാണ്. പിന്നെ നിങ്ങൾ ഗവൺമെൻറ് സർവൻ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു നോ ഒബ്ജെക്ഷൻ സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പിയും അതിലേക്ക് വെക്കണം. കൂടാതെ നിങ്ങളുടെ 2 പാസ്പോർട്ട് സൈസ് കളർ ഫോട്ടോഗ്രാഫ്, 2 ഫോട്ടോഗ്രാഫ്സ് ഉണ്ടായിരിക്കണം. കളർ ഫോട്ടോഗ്രാഫ് തന്നെ വേണം, അത് കോപ്പിയല്ല, കളർ ഫോട്ടോഗ്രാഫാണ് വേണ്ടത്. പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് ഈ പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ, ഇത്രയും സർട്ടിഫിക്കറ്റ്സ് കാര്യങ്ങളെല്ലാം ഒരു പാക്കിലാക്കി, ഒരു എൻവലപ്പിലാക്കിയതിന് ശേഷം നിങ്ങൾ അതിന് 50 രൂപയുടെ പോസ്റ്റൽ സ്റ്റാമ്പ് ഒട്ടിക്കുക. പോസ്റ്റൽ സ്റ്റാമ്പ് ഒട്ടിച്ചതിന് ശേഷം ആപ്ലിക്കേഷനും ഇത്രയും സർട്ടിഫിക്കറ്റ്സും വിത്ത് ഫോട്ടോഗ്രാഫ് നിങ്ങൾ ഈ ഒരു പാക്കിലാക്കിയതിന് ശേഷം ഈ ഒരു അഡ്രസ്സിലേക്ക് ദ കമാൻഡർ കോസ്റ്റ് ഗാർഡ് റീജിയൻ A ആൻഡ് പോസ്റ്റ് ഓഫീസ് നമ്പർ 716 ഹാഡോ PO ശ്രീ വിജയപുരം 744110 A and ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡ്സിലേക്ക് നിങ്ങൾ ഈ ഒരു അഡ്രസ്സിലേക്ക് എന്ത് ചെയ്യാം, പോസ്റ്റ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് 11-ാം തീയതിയാണ് ഇതിൻ്റെ ആപ്ലിക്കേഷൻ ഡേറ്റ് ക്ലോസ് ആവുന്നത്. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് തന്നെ ഈ പറഞ്ഞ കാര്യം നിങ്ങൾ ഇപ്പോൾ മാക്സിമം വേഗത്തിൽ തന്നെ ചെയ്യുക, കാരണം ഇത് പോസ്റ്റായിട്ട് അവിടെ എത്തേണ്ടതാണ്. അതുകൊണ്ട് തന്നെ വേഗത്തിൽ തന്നെ ചെയ്യാനായിട്ട് ശ്രമിക്കുക, ലേറ്റ് ആക്കാതിരിക്കുക. ആൻഡ് ഇതിൻ്റെ മോഡ് ഓഫ് സെലക്ഷൻ വരുന്നത് ആദ്യം നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സ് ഒക്കെ വെരിഫൈ ചെയ്യും. വെരിഫൈ ചെയ്തതിന് ശേഷം ഷോർട്ട് ലിസ്റ്റഡ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിനെ അവർ അറിയിക്കുന്നതായിരിക്കും. ആ ഒരു ലിസ്റ്റ് പ്രൊവൈഡ് ചെയ്യും. ആ ലിസ്റ്റിൽ നിങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷന് ശേഷം ഒരു റിട്ടേൺ എക്സാമിനേഷൻ ഉണ്ടാകും. റിട്ടേൺ എക്സാമിനേഷനിൽ നിന്നായിരിക്കും പിന്നെ നിങ്ങളുടെ ആദ്യത്തെ എക്സാമിനേഷൻ വരുന്ന റിട്ടേൺ എക്സാമിനേഷൻ ആണ്. ഇതൊരു പേപ്പർ ബേസ്ഡ് എക്സാമിനേഷൻ ആണ്, ഓഫ്ലൈൻ എക്സാമിനേഷൻ ആണ് വരുന്നത്. ഇതിനകത്ത് ചോദിക്കുന്ന സബ്ജക്ട്സ് എന്ന് പറയുന്നത് ജനറൽ ഇംഗ്ലീഷ് ഉണ്ടായിരിക്കും, ജനറൽ നോളജ് EK ഉണ്ടായിരിക്കും, സിമ്പിൾ മാത്സ് ഉണ്ടായിരിക്കും. ഒരുപാട് ഡീപ്പായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും ഉണ്ടായാലും വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അതിൻ്റെ ഒപ്പം തന്നെ നിങ്ങൾക്ക് ഏത് ട്രേഡിലേക്കാണോ നിങ്ങൾ അപ്ലൈ ചെയ്യുന്നത് ആ ട്രേഡുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അങ്ങനെ മൊത്തം 80 ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടാവുക. ഓരോ ക്വസ്റ്റ്യനും ഓരോ മാർക്ക് വെച്ചിട്ടായിരിക്കും. ശ്രദ്ധിക്കുക, നെഗറ്റീവ് മാർക്ക് ഒന്നും തന്നെ ഉണ്ടായിരിക്കില്ല. ഓക്കെ, നെഗറ്റീവ് മാർക്ക് ഇല്ല. ആൻഡ് ഇതിലേക്ക് ക്വാളിഫൈ ആവുന്നുണ്ട്, ഈ ഒരു റിട്ടേൺ ടെസ്റ്റ് ക്വാളിഫൈ ചെയ്യുന്നവരെ അടുത്ത് സ്കിൽ ഓർ ട്രേഡ് ടെസ്റ്റിലേക്ക് നിങ്ങളെ വിളിപ്പിക്കും. ആൻഡ് സ്കിൽ ഓർ ട്രേഡ് ടെസ്റ്റിന് ശേഷമായിരിക്കും നിങ്ങളുടെ മെറിറ്റ് ലിസ്റ്റ് പുറത്തു വരിക. അപ്പോൾ മെറിറ്റ് ലിസ്റ്റിൽ നിങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങളെ ജോബിലേക്ക് വിളിപ്പിക്കുന്നതായിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു നോട്ടിഫിക്കേഷൻ അത് വരുന്നത്. ആൻഡ് ഒരു കാര്യം നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക, നിങ്ങൾ ഈ എൻവലപ്പ് അയക്കുന്ന സമയത്ത് എൻവലപ്പിൻ്റെ മുകളിലായിട്ട് ആപ്ലിക്കേഷൻ ഫോർ ദ പോസ്റ്റ് ഓഫ് എന്ന് പറഞ്ഞിട്ട് ഏത് പോസ്റ്റിലേക്കാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നത് ആ പോസ്റ്റിൻ്റെ പേര്, ഇപ്പോൾ മോട്ടോർ ട്രാൻസ്പോർട്ട് ആണെങ്കിൽ ഇവിടെ മോട്ടോർ ട്രാൻസ്പോർട്ട് എന്ന് കൃത്യമായിട്ട്
എൻവലപ്പിൻ്റെ മുകളിൽ ബോൾഡ് ലെറ്റേഴ്സിൽ ക്യാപിറ്റൽ ലെറ്റേഴ്സിൽ തന്നെ ഇങ്ങനെ ആപ്ലിക്കേഷൻ ഫോർ ദ പോസ്റ്റ് ഓഫ് മോട്ടോർ ട്രാൻസ്പോർട്ട് അല്ലെങ്കിൽ ഓഫീസ് അറ്റൻഡൻറ്റ് അങ്ങനെ ഏത് പോസ്റ്റിലേക്കാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നത് ആ പോസ്റ്റ് കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ടായിരിക്കണം. ഓക്കെ, ഇത് എഴുതിയിട്ടില്ല എങ്കിൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ റിജക്റ്റഡ് ആണ്. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് അത് എഴുതിയിട്ടുണ്ടായിരിക്കണം. അതുപോലെ തന്നെ നിങ്ങൾ EWS കാൻഡിഡേറ്റ്സ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, EWS OBC ഒക്കെ ആണെങ്കിൽ നോൺ ക്രിമിലെയർ വെക്കാനായിട്ട് മറന്നു പോകരുത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്. നിങ്ങൾ ഇൻകംപ്ലീറ്റ് ആപ്ലിക്കേഷൻ ആണെങ്കിൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ റിജക്റ്റ് ആവും. അതുപോലെ തന്നെ നിങ്ങൾ ഓവർ ഏജ്ഡ് ആണെങ്കിൽ നിങ്ങളുടെ ഏജ് ക്രോസ് ആണെങ്കിൽ നിങ്ങൾ 30 അല്ലെങ്കിൽ 27 ഒക്കെയാണ് ഏജ് ചോദിച്ചിരിക്കുന്നത്. അതിൽ കൂടുതൽ വരികയാണെങ്കിൽ നിങ്ങൾ ആപ്ലിക്കേഷൻ റിജക്റ്റ് ആവുന്നതായിരിക്കും. അതിൽ OBCക്ക് 3 വർഷത്തെ ഇളവ് തന്നിട്ടുണ്ട്. ദെൻ അതുപോലെ തന്നെ നിങ്ങൾ കറക്ഷൻസും ഇൻകറക്റ്റ് ഇൻഫർമേഷൻസും ഒക്കെ കൊടുത്തു കഴിഞ്ഞാലും ഫോട്ടോഗ്രാഫ് ഒട്ടിച്ചിട്ടില്ലെങ്കിൽ ഫോട്ടോ കോപ്പീസ് ഓഫ് സെൽഫ് അറ്റസ്റ്റഡ് ഡോക്യുമെൻറ്റ്സ് കൃത്യമായിട്ട് അതിനകത്ത് ഇല്ല എങ്കിലും അതുപോലെ തന്നെ 50 രൂപയുടെ പോസ്റ്റൽ സ്റ്റാമ്പ് ഇല്ല എങ്കിലും ഒക്കെ നിങ്ങളുടെ ഈ ആപ്ലിക്കേഷൻ റിജക്റ്റ് ആവുന്നതായിരിക്കും. ആൻഡ് ഇതാണ് നിങ്ങളുടെ ആപ്ലിക്കേഷൻ ആ ഒരു ഫോം എന്ന് പറയുന്നത്. ആദ്യം നിങ്ങൾ നെയിം ഓഫ് ദി ആപ്ലിക്കൻ്റ് എഴുതുമ്പോൾ ശ്രദ്ധിക്കുക ബ്ലോക്ക് ലെറ്റേഴ്സിലാണ് എഴുതേണ്ടത്. ദെൻ ഏത് പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യുന്നു എന്നുള്ളത് കൃത്യമായിട്ട് ഇവിടെ എഴുതുക. ആപ്ലിക്കേഷൻ ഫോർ ദ പോസ്റ്റ് ഓഫ് ഇവിടെ നിങ്ങൾ എഴുതുക ഏത് പോസ്റ്റിലേക്കാണ് അപ്ലൈ ചെയ്യുക എന്നുള്ളത്. ദെൻ റീസെൻ്റ് ആയിട്ടുള്ള ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫി ഇവിടെ ഒട്ടിക്കുക. ദെൻ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് എഴുതുക, ഡേറ്റ് ഓഫ് ബർത്തും ഏജും എഴുതുക. ഫാദറിൻ്റെ നെയിം എഴുതുക. പെർമനൻറ്റ് അഡ്രസ്സും കറസ്പോണ്ടൻറ്റ് അഡ്രസ്സ് എഴുതുക. വിത്ത് പിൻകോഡാണ് നിങ്ങൾ എഴുതേണ്ടത്. അഡ്രസ്സ് എഴുതുന്ന സമയത്ത് പിൻകോഡ് എഴുതാനായിട്ട് മറന്നു പോകരുത്. പിന്നെ ഇമെയിൽ ID ഫോൺ നമ്പർ എഴുതുക. ഇമെയിൽ ID ഫോൺ നമ്പർ വാലിഡ് ആയിട്ടുള്ള തന്നെ വെക്കുക. പിന്നീടുള്ള ഇൻഫർമേഷൻസ് ഒക്കെ നിങ്ങൾക്ക് ഇമെയിൽ ID വഴിയായിരിക്കും വരുന്നത്. ദെൻ നിങ്ങൾ ഓരോ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ വളരെ കൃത്യമായിട്ട് ഇതിലേക്ക് കൊടുക്കുന്ന സമയത്ത് ഇതിൻ്റെയൊക്കെ സർട്ടിഫിക്കറ്റ്സ് നിങ്ങൾ വെച്ചിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. ദെൻ എക്സ്പീരിയൻസ് നിങ്ങൾ കൃത്യമായിട്ട് എഴുതുക, അതിൻ്റെ സർട്ടിഫിക്കറ്റും വെച്ചിട്ടുണ്ടാവണം. ദെൻ മെയിൽ ഓർ ഫീമെയിൽ. ദെൻ നാഷണാലിറ്റി, നിങ്ങൾ ഫിസിക്കലി ഹാൻഡിക്യാപ്റ്റഡ് ആണോ അല്ലേ എന്നുള്ളത് കൊടുക്കുക. ഇനി നിങ്ങൾ SC ST OBC EWC ഏതിലെങ്കിലും പെടുന്നവരാണെങ്കിൽ അത് ഏതാണെന്ന് എഴുതുക. ഇനി ഡിപ്പാർട്ട്മെൻറ്റൽ കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ SO/NO എന്ന് എഴുതുക. നിങ്ങൾ ലെഫ്റ്റ് ഹാൻഡ് തംബ്രഷൻ ഇവിടെ വെച്ചതിന് ശേഷം പ്ലേസും ഡേറ്റും സിഗ്നേച്ചറും വെച്ചതിന് ശേഷം ഈ ഒരു ആപ്ലിക്കേഷൻ ഫോമാണ് നിങ്ങൾ സബ്മിറ്റ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏത് ഫോർമാറ്റിലാണ് ഓരോ സർട്ടിഫിക്കറ്റ്സും എടുക്കേണ്ടത്, നോൺ ക്രിമിനൽ ഉൾപ്പെടെയുള്ള സർട്ടിഫിക്കറ്റ്സ് ഏത് ഫോർമാറ്റിലാണ് വേണ്ടതെന്നുള്ളതൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനും ഒഫീഷ്യൽ വെബ്സൈറ്റും ആപ്ലിക്കേഷൻ ഫോമും എല്ലാത്തിൻ്റെയും ലിങ്കുകൾ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് ചോദിക്കാവുന്നതാണ്. അതുപോലെ ഫസ്റ്റ് പറഞ്ഞ പോലെ കൊച്ചിൻ ഷിപ്പ്യാർഡിൽ വന്നിരിക്കുന്ന ജോബ് നോട്ടിഫിക്കേഷനും അതുപോലെ തന്നെ നാഷണൽ ആയുഷ് മിഷന് കീഴിൽ വന്നിരിക്കുന്ന ജോബ് നോട്ടിഫിക്കേഷൻ്റെ വീഡിയോയും നമ്മൾ ലാസ്റ്റ് അപ്ലോഡ് ചെയ്ത 2 വീഡിയോസാണ്. ഇത് രണ്ടും നിങ്ങൾക്ക് എൻ്റെ സ്ക്രീനായിട്ട് വരുന്നതായിരിക്കും. ഇതുപോലുള്ള എല്ലാ വീഡിയോസും നമ്മൾ മാക്സിമം അറിയുന്ന എല്ലാ വീഡിയോസും നിങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ജോലി അന്വേഷിച്ചിരിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ ഉപകാരപ്രദമായെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.